എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മാർച്ച് മാസം ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുകയാണ്. 2.5 വർഷത്തിന് ശേഷമാണ് ശനി കുംഭം രാശിയിൽ നിന്ന് രാശി മാറുന്നത്. ശനി അടുത്ത 2.5 വർഷം മീനം രാശിയിൽ തന്നെ നിൽക്കുന്നതുമാണ്. ഈ 2.5 വർഷക്കാലം ചില രാശിക്കാർക്ക് കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി എന്നിവ മാറുകയും അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് കണ്ടകശനി, ഏഴര ശനി, അഷ്ടമശനി എന്നിവ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ശനിയുടെ ഈ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിലിരുന്ന് ഗുണദോഷ ഫലങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശനി. ശനിയെ ശനീശ്വരൻ എന്നും വിളിക്കാറുണ്ട്. മറ്റൊരു ഗ്രഹങ്ങൾക്കും ഇങ്ങനെ ഈശ്വരൻ എന്ന സംബോധന ചെയ്യാറും ഇല്ല. ശനി ഒരു പാപഗ്രഹം കൂടിയാണ്. ഫലദാനശേഷിയിൽ ശനി നീചാവസ്ഥയിലോ ദോഷസ്ഥാനങ്ങളിലോ ഒക്കെ ഒരാളുടെ ജാതകത്തിൽ ഇരിക്കുന്ന പക്ഷം ശനി പ്രശ്നക്കാരനായും മാറാറുണ്ട്. എങ്ങനെ ജീവിതത്തെ ജീവിക്കണം എന്ന പാഠമാണ് ശനിദശയിലും അതുപോലെ ശനിയുടെ അന്തർദശ, പ്രത്യന്തർദശ, ഏഴര ശനികാലം, അതുപോലെ അഷ്ടമശനികാലം, കണ്ടക ശനികാലങ്ങളിലൊക്കെ ശനി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ശനി ഈ കാലയളവൊക്കെ കഴിഞ്ഞു പോകുന്ന കാലത്ത് നമ്മുടെ പ്രവൃത്തിയൊക്കെ എങ്ങനെയായിരുന്നു അതിനുള്ള പ്രതിഫലവും നൽകിയിട്ട് മാത്രമേ ശനി പോവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റിയാണ്. ശനി നിങ്ങൾക്ക് നിങ്ങളുടെ 4-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. 4-ാം ഭാവം എന്ന് പറയുന്നത് എല്ലാ സന്തോഷങ്ങളുടെയും എല്ലാ സുഖങ്ങളുടെയും ഒക്കെ ഭാവമാണ് 4-ാം ഭാവം. കൂടാതെ മാതാവ്, കുടുംബം, വാഹനം, ശരീരത്തിൽ നടക്കുന്ന നിരന്തര പ്രവർത്തനങ്ങൾ, ഇതൊക്കെ 4-ാം ഭാവമാണ്. അതുപോലെ എന്തിനേയും വേർതിരിവില്ലാതെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റി ചിന്തിക്കുന്നതും 4-ാം ഭാവം കൊണ്ടാണ്. ബന്ധുക്കളെ ചിന്തിക്കും, വിദ്യാഭ്യാസം ചിന്തിക്കും, അതുപോലെ ശയ്യോപകരണങ്ങൾ എന്നിവയെല്ലാം ഈ 4-ാം ഭാവത്തിൽ വരുന്നതാണ്. ഇതിനെയെല്ലാം കണ്ടകശനി ഈ സമയത്ത് ബാധിക്കുന്നതും ആണ്. ശനി നിങ്ങളുടെ 4-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടി, വസ്തുവിലൊക്കെ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്താൻ ചിന്തിക്കും. അത് ഈ 2.5 വർഷത്തിനകം എന്തെങ്കിലുമൊക്കെ ചേഞ്ചുകൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലൊക്കെ വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഒന്നുകിൽ നിലവിലുള്ള വസ്തു മാറ്റിയൊക്കെ വാങ്ങാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പുതിയ പുനർനിർമ്മിതികളൊക്കെ നടത്താം. അതുപോലെ നിലവിലുള്ള വസ്തു വിൽക്കാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വലുതാക്കാനൊക്കെ ശ്രമിക്കാം. ഇതൊക്കെ ഈ കാലയളവിൽ നടക്കാവുന്നതാണ്. ശനി ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത് ആ ഭാവത്തിൽ നമ്മുടെ കർമ്മം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായി വരാം. അതായത് 4-ാം ഭാവത്തിന് വേണ്ടി ഈ സമയം കൂടുതലൊക്കെ എഫേർട്ട് എടുക്കേണ്ടതായി വരാം എന്ന് സാരം. കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിനോടൊക്കെ ശ്രദ്ധ കൂടുന്നതും അതുപോലെ വീട് വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെയുള്ള ആലോചനകളൊക്കെ ഈ സമയം നിങ്ങൾ നടത്തുന്നതുമാണ്. ഈ സമയം ശനി ജാതകത്തിലും അതുപോലെ ദശാകാലങ്ങളിലുമൊക്കെ അനുകൂലത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ 2.5 വർഷത്തിനുള്ളിൽ അത് സാധിച്ചെടുക്കാൻ കഴിയുന്നതുമാണ്. മോശം ഭാവത്തിലൊക്കെ ശനി ജാതകത്തിൽ നിൽക്കുന്നവർക്ക്, അതുപോലെ മോശം ദശാകാലമൊക്കെ നടക്കുന്നവർക്കൊക്കെ ഈ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുമാണ്. നിർത്തലില്ലാതെ അലച്ചിലുകളൊക്കെ ഉണ്ടാകാം. ഈ സമയം ശനി നിർത്തലില്ലാതെ അലച്ചിലുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നതിലുമൊക്കെ കൂടുതൽ ചിലവുകളൊക്കെ ഈ സമയം വന്നു ചേരാവുന്നതാണ്. അതുപോലെ വീട് പണിയൊക്കെ കൂടുതൽ സമയത്തേക്ക് ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ സമയത്തേക്കൊക്കെ നീണ്ടുപോകുന്നതും ഒക്കെയാണ്. ഈ സമയം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യേണ്ട സമയം കൂടിയാണ് ഇനി വരുന്ന 2.5 വർഷക്കാലം എന്നത് മറക്കാതെ ഇരിക്കുക. അതുപോലെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ ഒക്കെ എപ്പോഴും പോസിറ്റീവാക്കിയൊക്കെ വെക്കാൻ വേണ്ടി ഈ സമയം ശ്രമിക്കേണ്ടതാണ്. നമ്മൾ പോസിറ്റീവായിരുന്നാൽ നമ്മുടെ കുടുംബം, അതുപോലെ പാർട്ട്ണറെ, നമ്മൾ ചെയ്യുന്ന ജോലി, അതുപോലെ ലവ് റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ കുട്ടികൾ,
എല്ലാം സന്തോഷകരമായിരിക്കുന്നതാണ് ഈ സമയത്ത്. അതുപോലെ നമുക്ക് ഈ സമയം പുതിയ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള മനസ്സും ഉണ്ടാകുന്നതാണ്. ശനി 4-ൽ നിന്നുകൊണ്ട് നിങ്ങളുടെ രാശിയിലെ തന്നെ 10-ാം ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടി പതിപ്പിക്കുന്നതിനാൽ ജോലിയിലൊക്കെ മാറ്റങ്ങളെ, അതുപോലെ പുതിയൊരു മേഖലയിലേക്ക് ജോലി മാറ്റിയാലോ എന്നിങ്ങനെയൊക്കെയുള്ള ആലോചനകൾ നിങ്ങൾ തീർച്ചയായും നടത്തുന്നതാണ്. കണ്ടകശനി കാലത്ത് പല ചിന്തകളും ഇങ്ങനെയൊക്കെ ഉടലെടുക്കുന്നതും പലരും എടുത്തു ചാടി അബദ്ധങ്ങളിലൊക്കെ ചാടി വീഴാറും ഉള്ളതാണ്. അതിനാൽ ഈ സമയം വളരെയധികം കെയറൊക്കെ ചെയ്ത് ആലോചിച്ചൊക്കെ തീരുമാനം എടുക്കേണ്ടതാണ്. സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഈ സമയം ജോലി ഉപേക്ഷിക്കേണ്ടതായോ അല്ലെങ്കിൽ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ടതായോ ഒക്കെ ആയിരിക്കും. എന്നാലും എപ്പോഴും ഞാൻ എൻ്റെ കുടുംബം, അതുപോലെ എൻ്റെ ജോലി എന്ന ചിന്തയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ജോലിയിലൊക്കെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ജോലി ഭാരമൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ ജോലിയിലൊക്കെ കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലിയിൽ തന്നെയല്ല, എന്ത് കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ ഈ സമയത്ത് ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരും. അത് ജോലിയിലാണെങ്കിലും കുടുംബത്താണെങ്കിലും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലൊക്കെ ഏറ്റെടുക്കേണ്ടതായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ സന്തോഷത്തോടു കൂടിയൊക്കെ ചെയ്യാൻ തയ്യാറായാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണമൊക്കെ കിട്ടുന്നതുമാണ്. ശനിയുടെ ഒരു പ്രത്യേകത അതാണ്. കഷ്ടപ്പെടുത്തിയാലും അതിനുള്ള പ്രതിഫലം തന്നിട്ട് മാത്രമേ ശനി പോകാറുള്ളൂ. ശനിയുടെ 3-ാം ഭാവത്തിലെ ദൃഷ്ടി ശനിക്ക് 3-ലെ ദൃഷ്ടി നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്കുമുണ്ട്. 4-ലെ ശനിയൊക്കെ 6-ലേക്ക് ദൃഷ്ടി വരുന്നതിനാൽ വാഹനം, വീട്, വസ്തു എന്നിവ സ്വന്തമാക്കുന്നതിനൊക്കെ ഒക്കെ വേണ്ടി ലോൺ എടുക്കേണ്ട അവസ്ഥയൊക്കെ ഈ സമയത്ത് വരുന്നതാണ്. ആ ലോൺ എടുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള അലച്ചിലുകളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. എന്നാലും ഈ 2.5 വർഷത്തിനുള്ളിൽ ശനി അത് നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ്. അതുപോലെ ഈ സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ശത്രു ആരാണെന്ന് അത്ര പെട്ടെന്നൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നതാണ്. ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങൾ ഒക്കെ വർദ്ധിക്കാം. അതുപോലെ ഈ സമയം പണം കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കാശ് കൊടുത്തൊക്കെ വെട്ടിലാകുന്ന അവസ്ഥയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതും വളരെയധികം ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ജാതകത്തിലൊക്കെ ശനി ഉച്ചക്ഷേത്രത്തിലോ അതുപോലെ യോഗകാരിയായോ ഒക്കെ ഇരിക്കുന്നവരെ ഈ സമയം ശനി വളരെയധികം ഉയരത്തിൽ എത്തിക്കുകയും അതുപോലെ നീചത്തിലോ ദോഷസ്ഥാനങ്ങളിലോ ഒക്കെ ഇരിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും ശനി ഈ സമയം നൽകുന്നതാണ്. നിങ്ങൾക്ക് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. മുതിർന്നവരെയും രോഗക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവരെയും സഹായിക്കുക. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും പക്കപ്പിറന്നാളിലുമൊക്കെ ശനീശ്വര ക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തുക. ശനീശ്വരന് എള്ളുതിരി വഴിപാട്, അതുപോലെ നീരാഞ്ജനം മുതലായ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. ദിവസവും ഹനുമാൻ ചാലിസ ദിവസവും ചൊല്ലുന്നത് നല്ലതാണ്. അതുപോലെ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ പ്രീതി വരുത്തുന്നതും കൂടുതൽ ഗുണകരമാകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.